നല്ല ഗ്രേവിയുള്ളൊരു ചിക്കൻ കറി, അതും ഫ്രൈ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിന്ന് ചെയ്യാം. 1.5 കിലോ ചിക്കൻ പീസസ് കഴുകിയെടുത്തതാണ്. അതിനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട്, ടെർമറിക്, കോൺഫ്ലോർ, കശ്മീരി ചില്ലി, ഗരം മസാല ഇത്ര ഇതിൽ പറഞ്ഞ അളവിൽ നമുക്കെടുത്ത് മിക്സ് ചെയ്യാമേ. ലെഗ് പീസിൻ്റെ കണ്ടോ അടിയിലത്തെ ആ ഗോസ് അങ്ങനെ നല്ലതായിട്ട് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഒന്നായിട്ട് തന്നെ നമുക്ക് കറിയിൽ കിട്ടും, അല്ലെങ്കിൽ ഇളകി വല്ലാതെയൊക്കെ പോകും. ഈ മസാല പുരട്ടിയതിന് നമുക്ക് മാരിനേറ്റ് ആവാൻ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ഒണിയൻ, ജിഞ്ചർ, ഗാർലിക് എടുത്ത് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. അതുപോലെ കറി ലീവ്സും എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കടായി വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും ഒഴിച്ച് 2-3 ട്രിപ്പായിട്ട് മുഴുവൻ ചിക്കനെ നമുക്ക് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു സ്വല്പം 2 സൈഡും ഒന്ന് വെള്ളം പറ്റി അങ്ങനത്തെ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഇളകിയൊന്നും പോകത്തില്ല. ഇങ്ങനെ ഫ്രൈ ആക്കി നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴേ എല്ലാം നമുക്ക് ഒരു ട്രിപ്പത്തെ ഇട്ടു. ഇനി സെക്കൻഡ് ട്രിപ്പത്തെ ഇടാം. 3 തവണയായിട്ടാണ് എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളേ. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. ഈ ഓയിലിനകത്തെല്ലാം മസാലയുടെയൊക്കെ കരിഞ്ഞൊക്കെ കിടക്കും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. വേണമെങ്കിൽ അതിനകത്തുനിന്ന് മസാല കോരി കളഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ബാക്കി പണിയും ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ശരീരത്തിന് കേടാണേ. 3-ാം തവണയും ഞാൻ പീസസ് ഇട്ടു. അത് ഫ്രൈ ആയി വരുന്നു. ഇതും നമുക്കിനി കോരി വെച്ച് അടുത്തത് എന്തോ ചെയ്യണം, ഈ ഓയിൽ ഞാനങ്ങ് കളയുക. എനിക്ക് കോക്കനട്ട് ഓയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് ചൂടാകാൻ വെച്ചു. ഓൾറെഡി ചൂടായ കടായി ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ചൂടായി എണ്ണ. കടുക് വറുത്തു നമ്മൾ. ഇനി അടുത്തത് ജിഞ്ചർ ഇട്ടു. ജിഞ്ചർ ഒന്ന് മൂപ്പാകുമ്പം വെളുത്തുള്ളിയും ഇട്ട്. വെളുത്തുള്ളി ഒന്ന് മൂപ്പായ പച്ച സ്മെല്ല് മാറാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഉപ്പൂടെ വെളുത്തുള്ളി ഇട്ടിട്ട് ഉടനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെളുത്തുള്ളിയുടെ സ്മെല്ല് മാറുമ്പം സവാളയും കരിയാപ്പിലയും മൊത്തവും ഇട്ട് ഇളക്കി, നന്നായിട്ട് ഇളക്കി അതൊരു വഴന്ന പരുവാകുമ്പോൾ ഉണ്ടല്ലോ, കരിയാപ്പില നീക്കിക്കൊണ്ട് ഒണിയൻ മാത്രം മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ഒരു 1/4 ഭാഗവും മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള 1/4 ഭാഗം ഒണിയനും ആ കരിയാപ്പത്തിയും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പൊടികളെല്ലാം ഇടുക. കൊറിയാൻഡർ പൗഡർ, ടെർമറിക് പൗഡർ, കശ്മീരി ചില്ലി പൗഡർ. കശ്മീരിക്ക് പകരം എരിവുള്ള മുളകാണ്, ഒരു 1.25 സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ സോംഫ്, പെരിഞ്ചീരകം, ഗരം മസാല, കായം, സോൾട്ട്. പിന്നെ അത് ചിക്കൻ ഫ്രൈ ചെയ്യാനും നമ്മൾ ഉള്ളി വറുക്കാനും ഉള്ളി വഴറ്റാനും ഇട്ടതുകൊണ്ട് അതൊന്ന് ആലോചിച്ച് കുറച്ച് മാത്രമേ ഇടാവൂ. ഇത് ലിവർ പീസ്. ഇത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല, മൊത്തം പൊട്ടിത്തെറിക്കും അപ്പോൾ എണ്ണയെല്ലാമേ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മസാല ഇനി നമുക്ക് അടുത്ത ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് വെച്ചില്ല അതിലേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു ചിക്കൻ ലെവലിൽ കിടക്കാൻ തക്കോണം സ്വല്പം വെള്ളം ഒഴിക്കാം. ഞാനതിന് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഈ മസാലപ്പൊടി എല്ലാം കൂടെ മിക്സായി ചിക്കൻ്റെ ലെവലിൽ കിടക്കാൻ പരുവത്തിന് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി നമുക്ക് ഈ മസാലയും വെള്ളവും നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ കഷ്ണമൊക്കെ ആ വെള്ളത്തിലേക്കൂട്ട് തന്നെ അങ്ങനെ താഴ്ത്തി ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കിതിനെ അടപ്പടച്ച് വയ്ക്കാം. അടപ്പടച്ച് ഫുൾ തീയിൽ വയ്ക്കണം. നമുക്കെന്തായാലും അങ്ങനെ ചെയ്യാമേ. അടപ്പടച്ച് വയ്ക്കാം. ഇനി അടച്ച് വെച്ചിട്ടും എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നല്ലതായിട്ട് ബോയിലായി തോന്നുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. ഇടയ്ക്ക് ബോയിലായി തോന്നുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് അടച്ച് തീ കുറച്ചിട്ടിട്ട് ഇനി വേവിക്കാമേ. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമേ. ഓപ്പൺ ചെയ്ത് നോക്കിയേച്ച് അത് നോക്കിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി മിക്സിയുടെ കുഞ്ഞു ജാറിൽ നമ്മൾ ആദ്യം തന്നെ വഴന്ന കുറച്ച് ഉള്ളി മാറ്റി വെച്ചിരുന്നു, ഒണിയൻ. അത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണമേ. എന്നിട്ട് ഇതിൻ്റെ നടുവിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ജാറിലുള്ളതും കൂടെ നമുക്ക് കഴുകി ഒഴിക്കാമേ. ഇനി ആ ഒണിയൻ അരച്ചത് നമുക്ക് ആ ഫോർക്കും കൊണ്ട് തന്നെ ഞാൻ ഇളക്കുവാണേ. നന്നായിട്ട് മിക്സ് ചെയ്തേച്ച് പിന്നെ നമുക്ക് അത് മിക്സായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ തവിയും കൊണ്ട് തന്നെ എല്ലാം ചേർത്ത് മിക്സാക്കി കൊടുക്കാം. മിക്സിയിൽ ഈ ഓണിയൻ അരച്ചതിൻ്റെ കൂടെ 1/2 കാഷ്യൂം കൂടി ഇട്ട് അരച്ചിരുന്നെങ്കിലുണ്ടല്ലോ കുറച്ചുകൂടെ നല്ല തിക്കായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുർവ കിട്ടും. കറിയിലൊരു ടേസ്റ്റും കൊഴുപ്പുമൊക്കെ വരട്ടെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓണിയൻ ഇതിനകത്ത് അരച്ച് ചേർത്തതേ. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാമേ. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമുക്ക് കായപ്പൊടി സ്വല്പം, അതുപോലെ ഗരം മസാല സ്വല്പം, കോക്കനട്ട് ഓയിൽ ഒഴിച്ച് സ്വല്പം തൂകണം. പിന്നെ
നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മോൾ വശം മാത്രമേ ഇളക്കി കൊടുത്തിട്ട് അതിനകത്തോട്ട് കറി ലീവ്സും കൂടി ഇട്ടിട്ട് അതും ഒന്നൊന്ന് താഴ്ത്തി കറിക്കകത്തോട്ടാക്കി വെച്ചുകൊണ്ട് അടച്ചൊരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്താൽ ചിക്കൻ കറി റെഡിയായി. ഇനി ഇത് ഞാൻ എൻ്റെ കുഞ്ഞിന് ക്ലാസ്സിന് കൊണ്ടുപോകാനുള്ള ടിഫിനകത്ത് എടുക്കട്ടെ. കണ്ടോ ടിഫിനകത്ത് എടുത്തു. സ്വല്പം ഞാൻ ബൗളിലെടുക്കട്ടെ. ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത്.